ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, 4 വീൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് മഴക്കാലത്തുള്ള പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ മെയിൻ ഗ്ലാസ്, അതുപോലെ തന്നെ സൈഡ് ഗ്ലാസ്, ഇതിലൊക്കെ മിസ്റ്റ് പിടിക്കുന്ന ഒരു പ്രശ്നം. അതായത് ഒരു കോട മൂടിയതുപോലെ നമ്മുടെ ഉള്ളിലാണെങ്കിലും ചിലപ്പോൾ ഗ്ലാസിൻ്റെ പുറത്തൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെ വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും ഒഴിവാക്കാം, അതായത് മിസ്റ്റ് നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് ഗ്ലാസ്, അതുപോലെ തന്നെ മെയിൻ ഗ്ലാസ്, ഇതിലെല്ലാം തന്നെ നല്ല രീതിയിൽ മിസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മഴയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കിത് ഭയങ്കര ഡിസ്റ്റർബായിരിക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ രാത്രി കാലങ്ങളിലൊക്കെ മിസ്റ്റ് പിടിച്ചാൽ നമുക്ക് മറ്റു വാഹനത്തിൻ്റെ ലൈറ്റ് കൂടെ ആവുമ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു വിസിബിലിറ്റി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ മിസ്റ്റ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പുറത്ത് ശക്തമായിട്ടുള്ള മഴയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മിസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പുറത്തുള്ള ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചറും നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചറും ഡിഫറൻസ് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ മിസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് 1-2 ചെറിയ ടിപ്സുകൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു മിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വാഹനത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ AC-യുടെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ ഈ ഒരു ഐക്കൺ എന്ന് പറയുന്നത് നമുക്ക് വാഹനത്തിലുള്ള എയർ ആണോ അതോ വാഹനത്തിൻ്റെ പുറത്തുള്ള എയർ ആണോ നമുക്ക് AC-ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു ഐക്കൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഉള്ളിലുള്ള എയർ തന്നെ റൊട്ടേറ്റ് ചെയ്ത്, അതായത് അതന്നെ സർക്കിൾ ചെയ്തിട്ട് AC ആക്കുന്ന ഒരു ഇതാണ്. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പുറത്തുള്ള, അതായത് വാഹനത്തിൻ്റെ പുറത്തുള്ള എയറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ചില കാറുകളിൽ നമുക്ക് ഇത്തരത്തിൽ ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും 2 ഐക്കണും ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ പുറത്തുള്ള എയർ ഉള്ളിലോട്ട് കിടക്കുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ ഒരു ഫാനിൻ്റെ സ്പീഡ് 2 അല്ലെങ്കിൽ 3 ഒക്കെ ഇട്ടാൽ തന്നെ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സെറ്റിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് സാധാരണ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലോട്ട് AC വരുന്ന രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് നമ്മൾ ഈ ലാസ്റ്റിലുള്ള ഈ ഒരു വിൻഷീൽഡിലോട്ടുള്ള ഐക്കണിലോട്ട് നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു വിൻഷീൽഡിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ളത് വിൻഷീൽഡിൻ്റെ ആ ഒരു ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്താക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂസ് വിത്ത് ഔട്ട്ഡോർ എയർ, അതായത് നമുക്ക് വാഹനത്തിൻ്റെ പുറത്തുള്ള എയർ ആണ് നമ്മൾ ഇത്തരത്തിൽ വിൻഷീൽഡിലോട്ട് അടിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. അത് നമുക്കിവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആദ്യം മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഐക്കൺ, അതായത് പുറത്തുനിന്ന് എയർ വരുന്ന രീതിയിലോട്ട് നമ്മൾ ആദ്യം തന്നെ മാറ്റേണ്ടതാണ്. അതിന് ശേഷമാണ് ഈ ഒരു വിൻഷീൽഡിലോട്ട് നമ്മുടെ AC പോകുന്ന രീതിയിലോട്ട് ഈ ഒരു സെറ്റിങ്സ് മാറ്റേണ്ടത്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് AC ഓണാക്കി കൊടുക്കാം. നമ്മൾ ഇത്തരത്തിൽ AC ഇടുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ വാഹനത്തിൽ പ്രായമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് തണുപ്പിൻ്റെ വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ഇത്തരത്തിൽ സാധാരണ കൂടുതൽ തണുപ്പുള്ള ഒരു സെറ്റിങ്സിലായിരിക്കും, ആ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് തണുപ്പിനനുസരിച്ച് നമുക്ക് ആ ഒരു വിൻഷീൽഡിലോട്ട് നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഈ ഒരു ഭാഗത്താണ്, ആ ഒരു ഫ്രണ്ട് ഗ്ലാസിന് അടുത്തായിട്ട് ആ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു AC വരുന്നത്. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കിയിട്ട് തണുപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ, അതായത് തണുപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഗ്ലാസ്സിലേക്ക് മിസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്